ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില കാഴ്ചകൾ എല്ലാ ദിവസവും തത്സമയ റിപ്പോർട്ടറിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് അതിലെ ഒരു വേറിട്ട കാഴ്ച, സ്വന്തം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടി തന്നെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയാണ്. വയനാട്ടിലെ ഒരു ഗോത്രവർഗ പെൺകുട്ടിയാണ് വളരെ ധീരമായി ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. വെങ്ങപ്പള്ളി എന്നൊരു പഞ്ചായത്തുണ്ട്, അവിടെ നായാടിപ്പൊയിൽ ഉന്നതിയിലെ NK മിഥിലയാണ് UDF സ്ഥാനാർത്ഥിയായി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. കാരണം സ്വയം പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന ആളാണ്, അതിന് പരിഹാരവും അവരുടെ മനസ്സിലുണ്ട്. വെങ്ങപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി മിഥുല ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിയാണ് മത്സരരംഗത്തുള്ളത്. ആദിവാസി മേഖലയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടിയാണ്. സ്വന്തം ഉന്നതിയിലെ അടക്കം അപര്യാപ്തതകളാണ് മിഥുലയുടെ പ്രചാരണ വിഷയം. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ ഇപ്പോൾ പഠിത്ത PG കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? അതെ അതെ. എന്താ പഠിച്ചത്? ഞാൻ MA മലയാള സാഹിത്യ പഠനം. എവിടെയായിരുന്നു? തിരൂരായിരുന്നു, മലയാള സർവകലാശാലയിലായിരുന്നു പഠിച്ചത്. പഠനം കഴിഞ്ഞ് നേരെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്. അപ്പം സ്വന്തം ജനതയുടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ അടക്കം പ്രശ്നങ്ങളായിരിക്കുമല്ലോ ഇതിൽ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഉന്നതിയിലടക്കമുള്ള പ്രശ്നങ്ങൾ? എൻ്റെ ഉന്നതിയിൽ നായാടിപ്പൊയിൽ ഉന്നതിയിലാണ് ഞാൻ. അവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിവെള്ളം ഇല്ലായ്മയാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ദൂരെ നിന്ന്, അതായത് കോളനിയിൽ തന്നെ കിണറുണ്ടെങ്കിൽ അവിടെ നിന്ന് ചുമന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയുണ്ട്. പിന്നെ പൊതുവായി പറയുകയാണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈവനിങ് സമയത്ത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു ട്യൂഷൻ സെൻറ്റർ പോലെ അതിനായിട്ടുള്ളൊരു പഠന വീടിന് വേണ്ടി ഒരുപാട് ഊരുകൂട്ടങ്ങളിലും അല്ലാണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീടുള്ള പ്രശ്നം പൊതുവായിട്ടുള്ള വീടുകളുടെ പ്രശ്നം. ചന്ദൻ എന്ന് പറഞ്ഞൊരു ഉന്നതി ഇവിടെ ഉണ്ട്, വെങ്ങപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വഴിയില്ല അവരുടെ ഉന്നതിയിലേക്ക് പോകാനായിട്ട്. മിഥിലേൻ്റെ ഒരു സ്വന്തം അനുഭവം എങ്ങനെയായിരുന്നു? ഇത്രയും വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ മറികടന്നാണ് ഇപ്പോൾ MA വരെ എത്തിയത്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് MRSലാണ്, GMRS പൂക്കോടാണ്. ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, പക്ഷെ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്ര ആൾക്കാരവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതും പ്രശ്നമാണ്. ചെറിയൊരു വിഭാഗത്തിനെ ആ സൗകര്യങ്ങളൊക്കെ എത്തുന്നുള്ളൂ, മുഴുവൻ കൂടുതൽ ആളുകൾ കുട്ടികളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇതിലെ. സ്കൂളുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ MRS പോലെയുള്ള ഇനിയും അധികം സ്കൂളുകൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ അല്ലെ? മെമ്പറായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ധാരണയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് കൃത്യമായിട്ട് കാഴ്ചപ്പാട്. പിന്നെ നമ്മൾ അനുഭവിച്ച് വരുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഓർത്തെടുക്കണം അങ്ങനെയില്ല. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും മിഥില പറയുന്നത്. ആ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഇനിയുള്ള തലമുറയ്ക്ക്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്, ഉന്നതികളിലുള്ള മറ്റുള്ളവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മിഥില ഇറങ്ങിയിരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ഉണ്ട് നമുക്കിപ്പം. കമൽ, മിഥില പറയുന്നൊരു വരിയുണ്ട്, സ്വന്തമായി അനുഭവിച്ച് വരുന്നതുകൊണ്ട് അല്ലേ കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഒപ്പം ഇത്രയും പഠനം കിട്ടി, എന്നാൽ ഞാനൊരു സേഫായിട്ടുള്ളൊരു സോണിൽ തേടി പോകാം, എൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ചിന്തിക്കാതെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഒരു യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തയ്യാറാകുന്നത് ആദ്യമേ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ അതിന് ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഒരു ചേച്ചി ചേർത്ത് പിടിക്കണമുണ്ട് മിഥിലെ അത്രത്തോളം വൈകാരികമായി. ഒരു ജയസാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മിഥിലേക്ക് നന്നാവട്ടെ. ദിവിഷ്, വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് മിഥില. നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിക്ക് പോകാതെ തന്നോടൊപ്പമുള്ളവർ, തൻ്റെ ഉന്നതിയിലുള്ളവർ, മറ്റ് ഉന്നതികളിലുള്ളവർ, അവിടുത്തെ കുട്ടികൾ, അവർക്കൊക്കെ സഹായം വേണം, അവരെ കൈപിടിച്ചുയർത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് മിഥില തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മിഥില ഓരോന്നും പറയുന്നത്. ഇപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കുറേ ദൂരെ നിന്ന് കുടിവെള്ളം കൊണ്ടുവരണം. പ്രചാരണത്തിന് ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് വേണം മിഥിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മിഥില ഹൈസ്കൂൾ മുതൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മിഥിലയ്ക്ക് മലയാളം സർവകലാശാലയിലെ MA ക്ലാസ് വരെ എത്താൻ കഴിഞ്ഞു. പക്ഷേ അത് എല്ലാ കുട്ടികൾക്കും സാധിക്കുന്നില്ല. വളരെ കുറച്ചു പേർക്ക് ആദിവാസി മേഖലയിൽ നിന്ന് അത്തരം സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുള്ളൂ എന്നാണ് മിഥില പറയുന്നത്. അതിന് കൂടുതൽ സൗകര്യങ്ങൾ വേണം. സ്വന്തം ഉന്നതിയിൽ തന്നെ ഒരു പഠനമുറി വേണമെന്ന് കുറേ കാലമായി ആവശ്യപ്പെടുന്നു. അതൊന്നും നടന്നിട്ടില്ല. ജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം എന്ന് ഉള്ളതാണ് മിഥിലയുടെ ലക്ഷ്യം. എന്തായാലും ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിയൊരു പെൺകുട്ടി ആ മേഖലയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു സന്തോഷം കൂടി തോന്നുകയാണ് ദിവിഷ്.
ശരി, എന്തായാലും ജയോ തോൽവി അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ഒരു മനസ്സുമായി ഇറങ്ങുന്നു, സ്വന്തം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഇറങ്ങുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മിഥില ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ അല്ലേ. ഇനിയുള്ള വഴികൾ അത് നന്നായി വരട്ടെ. മിഥിലയ്ക്കും മിഥിലയുടെ നാട്ടുകാർക്കുമൊക്കെ നന്മകൾ ഉണ്ടാകട്ടെ. ശരി കമൽ.